ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ കൊടുത്തിരിക്കുന്നത് ഒപ്റ്റിക്കൽ വഴിയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഡിസ്പ്ലേയിൽ നോക്കിയാൽ അറിയാം. റിഫ്ലക്സ് ടെക് വേൾഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു 5.2 ഡിജിറ്റൽ ആംപ്ലിഫയർ ആണ് നമ്മൾ വീഡിയോയിൽ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ 5.2 ഒക്കെ ആംപ്ലിഫയറുകൾ നമ്മൾ പല രീതിയിലുള്ള റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു ആംപ്ലിഫയർ ഞാൻ മുൻപ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് റിവ്യൂ ചെയ്യാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ആംപ്ലിഫയർ പ്രത്യേകം റിവ്യൂ ചെയ്യാനായിട്ട് എടുത്തത്. നമുക്ക് സാധാരണ സ്മാർട്ട് ടി വി അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ടി വി എന്നൊക്കെ നമുക്ക് HDMI ARC ഇല്ലെങ്കിൽ കൂടിയാലും നമുക്ക് ഒറിജിനൽ DTS അതുപോലെ തന്നെ ഡോൾബി ഡിജിറ്റലായിട്ട് തന്നെ കൺവേർട്ട് ചെയ്യാവുന്ന രീതിയിൽ ചെയ്യാൻ സാധിക്കും. നമുക്ക് HDMI ARC തന്നെ വേണമെന്നില്ല. നമുക്ക് ഒപ്റ്റിക്കലോ കോയാക്സിലോ ആയാലും മതി. അത് ഡിജിറ്റൽ ഇൻപുട്ടുകളാണ്. അതുപോലെ തന്നെ അത് എടുത്തതിന് ശേഷം നമുക്ക് 5.1 DTS ആയിട്ട് കൺവേർട്ട് ചെയ്യാനും സാധിക്കും. അങ്ങനെ ഒരു ആംപ്ലിഫയർ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് 2 ഒപ്റ്റിക്കൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു കോയാക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത് 3 ഡിജിറ്റൽ ഇൻപുട്ടാണ്. പിന്നെ വരുന്നത് അനലോഗ് ഇൻപുട്ടാണ്. അത് നമുക്ക് സാധാരണ പ്രൊലോജിക് പോലെ വർക്ക് ചെയ്യും, സറൗണ്ടായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ ഇതിനകത്ത് സാധാരണ ഉപയോഗിക്കാറുള്ള സൺപ്ലസിൻ്റെ IC ഉള്ള ഓഡിയോ റഷ് തന്നെയാണ് ഇതിനകത്ത് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് വേറെ രീതിയിൽ ചെയ്തെടുത്തു എന്ന് മാത്രം. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന റിമോട്ട് കിറ്റ് വന്നിരിക്കുന്നത് ഫ്യൂടെക്കിൻ്റെയാണ്. ഫ്യൂടെക്കിൻ്റെ റിമോട്ട് കിറ്റ് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഓഡിയോ റഷ് ഇതിനകത്ത് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഇതിൻ്റെ റിമോട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെ ഒപ്റ്റിക്കൽ 1, 2, 3 അതുപോലെ തന്നെ കോയാക്സിൽ ഇതെല്ലാം റിമോട്ട് വഴി തന്നെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ചാനലുകൾക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന NJ സീരീസ് തന്നെയാണ്. NJW0302 അതുപോലെ തന്നെ NJW0281. ഇതാണ് നമ്മൾ 5 ചാനലിന് വേണ്ടി 5 പെയർ ഉപയോഗിച്ചിരിക്കുന്നത്. സബ്വൂഫറിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്നത് യൂണിവേഴ്സലിൻ്റെ ബോർഡ് തന്നെയാണ്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മോസ്ഫെറ്റ് ആണ് IRF 240 940 തന്നെയാണ് ഇതിനകത്തും ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് പവർ സപ്ലൈ ബോർഡ് നമ്മൾ തന്നെ ചെയ്തെടുക്കുന്ന പവർ സപ്ലൈ ബോർഡാണ് PCBയിൽ. ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിരിക്കുന്നത് ടൊറോയിഡൽ തന്നെയാണ്. സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് പവർട്രിക്കിൻ്റെ തന്നെയാണ്. 5.2 പറ്റിയൊരു സ്പീക്കർ പ്രൊട്ടക്ഷനാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ സബിന് കുറച്ചുകൂടി ബേസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു GTECHൻ്റെ സബ് പ്രീ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കുറച്ചുകൂടി ഫ്രീക്വൻസിക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ഇതിൻ്റെ ബോർഡുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് TVയുടെ ഡിജിറ്റൽ ഔട്ട് എടുത്തതിന് ശേഷം ഇതിനകത്ത് കണക്ട് ചെയ്ത് അതിൽ വരുന്ന ഓഡിയോ ഇതിനകത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വരുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ ഈ ഭാഗത്ത് നമ്മൾ പവർ സപ്ലൈ ആണ്. എല്ലാ ആംപ്ലിഫയറിനും നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ടായിരിക്കും നമ്മൾ പവർ സപ്ലൈ വയ്ക്കാറ്. ടൊറോയിഡൽ ട്രാൻസ്ഫോമർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് 35 ആണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ 12 എടുത്തിട്ടുണ്ട് സ്പീക്കർ പ്രൊട്ടക്ഷന്. അതുപോലെ തന്നെ 5 വോൾട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5 വോൾട്ട് എടുത്ത് നമ്മൾ ഈ ഓഡിയോ റഷിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അങ്ങനെ പല വോൾട്ടേജും ഇതുവഴി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ തന്നെ പവർ സപ്ലൈ ബോർഡായിട്ടുള്ള ഇതിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് 12 എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാനിന് വേണ്ടിയുള്ള കണക്ഷൻ 35 10,000ൻ്റെ 50 വോൾട്ട് 4 കപ്പാസിറ്ററാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 കൂളിംഗ് ഫാൻ നമ്മളകത്ത് തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഹീറ്റിൻ്റെ ഇഷ്യൂ ഇല്ലാതെ ഇരിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സബ്വൂഫറിൻ്റെ ബോർഡാണ് ഈ 2 സൈഡും കൊടുക്കുന്നത്. 2 സബ്ബാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് IRF 240 940 ആണ് ഇതിനകത്ത് സബിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. 2 പെയറാണ് കൊടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് ഒരു ചാനൽ 200 വാട്ടാണ് ലഭിക്കുന്നത്. 200 + 200 ആണ് സബ്വൂഫറിന് ലഭിക്കുന്നത്. ഇത് യൂണിവേഴ്സലിൻ്റെ ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് പവർട്രിക്കിൻ്റെ ബോർഡാണ്. ഇതിൽ NJW സീരീസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 5 പെയറാണ് 5 ചാനലിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഓരോ ചാനലും 100 വാട്ട് വീതം നമുക്ക് ലഭിക്കും. പിന്നെ പവർട്രിക്കിൻ്റെ തന്നെയായിട്ടുള്ള ഒരു 5.2 ആയിട്ടുള്ള ഒരു സ്പീക്കർ പ്രൊട്ടക്ഷനാണ് പുറകിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് ഫ്യൂടെക്കിൻ്റെ ഒരു 5.1 റിമോട്ട് കിറ്റ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഓഡിയോ റഷ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ DTS കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഓഡിയോ റഷ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഈ ഭാഗത്ത് മൊത്തം കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സബ്വൂഫറിൻ്റെ പ്രീ കൊടുത്തിട്ടുണ്ട്. അത് GTECHൻ്റെ കൊടുത്തിരിക്കുന്നത്. SMD ടൈപ്പ് ഒരു GTECHൻ്റെ സബ്വൂഫർ ഫിൽറ്ററാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി ബേസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് സ്പീക്കർ ഔട്ടുകളാണ്. ഇതെല്ലാം 5.2 ആയിട്ടുള്ളത് ബനാന സോക്കറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള വയറിങ്ങും കുറച്ച് ഗേജ് കൂടിയ വയറാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ എല്ലാവരും ഷീൽഡ് വയറാണ് നമ്മൾ ഇൻപുട്ട് എല്ലാവരും ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് കൂടിയാണ് ഷീൽഡ് വയർ ഉപയോഗിച്ചിരിക്കുന്നത്. അതും കവർ ചെയ്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ AC സോക്കറ്റാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഉൾവശം വരുന്നത്.
ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പുറകുവശം വരുന്നത്. ഇത് കൊടുത്തിരിക്കുന്നത് ഇത് അക്രിലിക് ഷീറ്റ് തന്നെയാണ്, ഗ്ലോസി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഡിജിറ്റൽ ഇൻപുട്ട്, ഇത് അനലോഗ് ഇൻപുട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വന്ന് ഓക്സ് 1, 2, 3, ഇത് ലെഫ്റ്റും റൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് റിമോട്ടിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്സ് 1, 2, 3 എന്ന് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന 2 ഒപ്റ്റിക്കൽ ഉണ്ട്, ഒപ്റ്റിക്കൽ 1, ഒപ്റ്റിക്കൽ 2, അതുപോലെ തന്നെ കോയാക്സിലും ഉണ്ട്. ഇതും നമുക്ക് റിമോട്ടിൽ ഒപ്റ്റിക്കൽ 1, 2 കോയാക്സിൽ ഇത് സെലക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ കൊടുത്തിരിക്കുന്നതാണ് ഇതെല്ലാം ബനാന സോക്കറ്റിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 5.2 ആയതുകൊണ്ടാണ് സബ് 1, സബ് 2, അതുപോലെ തന്നെ സറൗണ്ട്, ലെഫ്റ്റ് റൈറ്റ്, സെൻറ്റർ, ഫ്രണ്ട്, ലെഫ്റ്റ് റൈറ്റ്, അതിൻ്റെ എല്ലാം പ്ലസ് മൈനസ് ആണ് ഈ കാണുന്നത്. പിന്നെ കൊടുത്തിരിക്കുന്ന ഒരു പവർ ഓൺ കേബിൾ കുത്താനുള്ള സ്ലോട്ടാണ്. ഇതിൻ്റെ ഇൻബിൽറ്റ് തന്നെയാണ് ഇതിനകത്ത് ഫ്യൂസ് വരുന്നത്. നമുക്ക് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന 3 പിൻ കോഡാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പുറകുവശം വരുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ മുൻവശം വരുന്നത്. ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന അക്രിലിക് പാനൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് മാറ്റ് ഫിനിഷിലുള്ള അക്രിലിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഗ്ലോസി ഗ്ലാസ് ടൈപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടും ബ്ലാക്ക് തന്നെയാണ്. ചെറിയതായിട്ട് നിങ്ങൾക്ക് ഒരു ആഷ് കളറിലായിട്ട് ഇത് കാണിക്കും. ഇത് ഗ്ലോസി ആയിട്ടും ഇത് മാറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ റോട്ടറി എൻകോഡറാണ്. ഇതിലാണ് നമുക്ക് മാസ്റ്റർ ഓളിയം ആയിട്ട് ഇത് കൺട്രോൾ ആവുന്നത്. ഇതിൽ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഓളിയം, റിയർ, സെൻറ്റർ, സബ് ഇൻപുട്ടുകൾ ഇതെല്ലാം സെലക്ട് ചെയ്യുക. ഇൻപുട്ട് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് പ്രസ് കൊടുക്കുകയാണെങ്കിൽ ഇൻപുട്ട് അതിനകത്ത് കാണിക്കും. അതുപോലെ തന്നെ നമ്മൾ അടുത്തായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ പവർ ഓൺ സ്വിച്ച് ആണ്. ഇത് എൽക്കോണിൻ്റെ തന്നെയാണ് നമ്മൾ പവർ ഓൺ സ്വിച്ച് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ കൊടുത്തിരിക്കുന്നത് ഡിസ്പ്ലേ ആണ്. ചെറിയൊരു ബ്ലൂ കളറിലുള്ള ഡിസ്പ്ലേ ആണ്. ഇതിനകത്ത് എല്ലാവരും ഡീറ്റെയിൽ നമുക്ക് എഴുതി കാണിക്കും. പിന്നെ വന്നിരിക്കുന്നത് USB-യുടെ സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് സബ് വൂഫറിൻ്റെ ഓളിയാണ്. നമുക്ക് സബ് വൂഫർ പെട്ടെന്ന് ഓളിയം കുറയ്ക്കാനും കൂട്ടാനൊക്കെ ആയിട്ട് നമുക്ക് ഈ കൺട്രോൾ വഴി സാധിക്കും. അടുത്തായിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ റിമോട്ടാണ്. റിമോട്ടിൽ നമ്മൾ ഇതിനകത്ത് ഫംഗ്ഷൻ വരുന്നത് ഡിജിറ്റൽ ഇൻപുട്ട് വരുന്നത് ഈ ബട്ടണിലാണ്. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം കോയാക്സിൽ 1, കോയാക്സിൽ 2 അങ്ങനെ ചേഞ്ച് ആവും ഇതിനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഉള്ളതാണ് USB സെലക്ട് ചെയ്യാനുള്ളത്. USB പ്രസ് ചെയ്തതിന് ശേഷം മോഡ് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബ്ലൂടൂത്ത്, USB, FM ഇതെല്ലാം ഇതുവഴി സെലക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഓക്സ് 1, 2, 3 ഇത്രയൊക്കെയാണ് വരുന്നത്. പിന്നെ ഇത് USB-യുടെ ഓളിയം പ്ലസ് മൈനസ് ആണ്. പാട്ട് നെക്സ്റ്റ് ചെയ്യാനുള്ള ബട്ടൺ. പിന്നെ വരുന്നത് ഫ്രണ്ട് ഓളിയം, റിയർ ഓളിയം, സെൻറ്റർ, സബ് വൂഫർ, മാസ്റ്റർ ഓളിയം. പിന്നെ അതിൻ്റെ ബേസ്, ട്രിബിൾ ഇത് പാട്ടുകൾ സെലക്ട് ചെയ്യാനുള്ളതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് റിമോട്ടിലും വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എല്ലാ സ്പീക്കറും കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ സ്ഥിരം കടയിൽ ഉപയോഗിക്കുന്ന സ്പീക്കറുകളൊക്കെ തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് റൈറ്റിന് വേണ്ടിയിട്ട് ഇരിക്കുന്ന 4 ഇഞ്ചും സെൻറ്റർ ചാനലായിട്ട് ഇത് കൊടുത്തിരിക്കുന്നു. റൈറ്റിൻ്റെ ലെഫ്റ്റായിട്ട് ഇത് കൊടുത്തിരിക്കുന്നു. പുറകിലും ഇതേ സെയിം സ്പീക്കർ തന്നെയാണ്. സബ് വൂഫർ നമ്മൾ സ്ഥിരം കടയിൽ ഉപയോഗിക്കുന്ന സോണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 12 ഇഞ്ച് സോണി. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതിൽ കൊടുത്തിരിക്കുന്ന കോയാക്സിൽ വഴിയാണ്. കാരണം TV-ക്ക് ഒപ്റ്റിക്കലില്ല. HDMI ARC ഉണ്ട്. നമ്മൾ ഇതിനകത്ത് ആംപ്ലിഫയറിൽ ARC ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് കോയാക്സിൽ വഴി TV-യുടെ കോയാക്സിൽ എടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് കോയാക്സിൽ ഇൻപുട്ട് സെലക്ട് ചെയ്തു. പുറകിലും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി പ്ലേ ചെയ്ത് നോക്കാം.
നിങ്ങൾ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി കേട്ടിരിക്കും. നിങ്ങൾക്ക് സാധാരണ അറിയാം ഒരു ഫോണിൻ്റെ മൈക്ക് അല്ലെങ്കിൽ DSLR-ൻ്റെ മൈക്ക് കൂടി ഒരു പരിധിയുണ്ട് ഓഡിയോയ്ക്ക് കേൾക്കുന്നതിൽ. അതിലെന്തെങ്കിലും കുറ്റക്കുറവുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബോർഡുകളും കാര്യങ്ങളും ഡീറ്റെയിൽ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ കോൾ വിളിച്ചാൽ മതി. ഏത് രീതിയിലുള്ള കോളായാലും കുഴപ്പമില്ല, അതായത് IMO കോളോ വാട്സപ്പ് കോളോ അതുപോലെ തന്നെ നോർമൽ കോളായാലും കുഴപ്പമില്ല. മാക്സിമം കോൾ വിളിക്കാൻ നോക്കുക, ചാറ്റിങ് ഒഴിവാക്കുക. ചിലപ്പോൾ ചാറ്റിങ്ങിൽ 1-2 റിപ്ലൈ തരും, അത് മാത്രമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ റിപ്ലൈ തരില്ല. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലുള്ള. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിലും അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം, അത് അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.